Hello students, in this session we will discuss the third model of atom, that is Bose model of atom in detail. നമ്മൾ models of atoms തോംസൺസ് മോഡൽ പഠിച്ചു, അതിനുശേഷം റുദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം പഠിച്ചു, അതിൻ്റെ ലിമിറ്റേഷൻസും പഠിച്ചു. പിന്നീട് ഡെവലപ്മെൻറ്റ്സ് ലീഡിങ്സ് ടു ബോസ് മോഡൽ ഓഫ് ആറ്റം പഠിച്ചു. ഓക്കെ, ആ ഡെവലപ്മെൻറ്റ്സിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ബോസ് മോഡലിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ റുദർഫോർഡ്സ് മോഡലിൻ്റെ ഒരു മേജർ ലിമിറ്റേഷൻ ആയിരുന്നു, ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം. ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം മീൻസ് റുദർഫോർഡ്സ് മോഡൽ പറയുന്നുണ്ട് ഇലക്ട്രോൺസ് are revolving around the nucleus in circular paths called orbits, and these electrons and the nucleus are held together by an electrostatic force of attraction എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ, പക്ഷേ ഈ ഇലക്ട്രോൺസ് എല്ലാം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ന്യൂക്ലിയസിന് ചുറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതായത് ഇലക്ട്രോണിക് സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെയായിരുന്നു ഇറ്റ് ഓൾസോ ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം. അപ്പോൾ ആ ഫെയിലിയേഴ്സ് ഒക്കെ എലിമിനേറ്റ് ചെയ്യുന്ന രൂപത്തിലായിരിക്കണം പുതിയ മോഡൽ, ദാറ്റ് മീൻസ് ബോസ് മോഡൽ ഓഫ് ആറ്റം. ഓക്കെ, നമ്മൾ ഇതിൻ്റെ പേര് തന്നെ ബോസ് മോഡൽ ഫോർ ഹൈഡ്രജൻ ആറ്റം എന്നാണ്. അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏറ്റവും സിമ്പിൾ ആറ്റം ആയിട്ടുള്ള 1 ഇലക്ട്രോൺ ആറ്റം ആയിട്ടുള്ള ഹൈഡ്രജൻ്റെ സ്ട്രക്ചറാണ്. ഓക്കെ, നീൽസ് ബോർ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു എക്സ്പ്ലെയിൻ ക്വാണ്ടിറ്റേറ്റീവ്ലി ദ ജനറൽ ഫീച്ചേഴ്സ് ഓഫ് സ്ട്രക്ചേഴ്സ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഇറ്റ് സ്പെക്ട്രം. ഓക്കെ, ഹൈഡ്രജൻ ആറ്റത്തിന് ക്വാണ്ടിറ്റേറ്റീവായിട്ട് എന്ന് വെച്ചാൽ അവിടെ ഓരോന്നിനും ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനർജിനെ പറ്റി പറയുകയാണെങ്കിൽ എനർജിക്ക് ഒരു ഇക്വേഷൻ, റേഡിയസ് ഓഫ് ആറ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അതിനൊരു ഇക്വേഷൻ, വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നുണ്ടല്ലോ, ആ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ കൊടുക്കുകയാണെങ്കിൽ അതിന് ക്വാണ്ടിറ്റേറ്റീവായിട്ട് അതിന് കറക്റ്റ് ഇക്വേഷൻസ് കൊടുത്തിട്ടുള്ള ഫസ്റ്റ് സയൻറ്റിസ്റ്റ് ആണ് നീൽസ് ബോർ. ഫസ്റ്റ് ടു എക്സ്പ്ലെയിൻ ക്വാണ്ടിറ്റേറ്റീവ്ലി, ദാറ്റ് മീൻസ് ക്വാണ്ടിറ്റേറ്റീവ്ലി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ജനറൽ ഫീച്ചേഴ്സ് സ്ട്രക്ചർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഈ മോഡൽ ഉപയോഗിച്ചിട്ട് ഹി ഓൾസോ എക്സ്പ്ലെയിൻ ദ ഹൈഡ്രജൻ സ്പെക്ട്രം, ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ നമ്മൾ പഠിച്ചില്ലേ. ആ ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏത് പോരായിരുന്നു, റുദർഫോർഡ്സ് മോഡൽ പോരാ. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ സ്പെക്ട്രം കൂടി ബോസ് മോഡൽ ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഹി യൂസ്ഡ് പ്ലാങ്ക്സ് കോൺസെപ്റ്റ് ആൻഡ് ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി. ഹി യൂസ്ഡ് പ്ലാങ്ക്സ് കോൺസെപ്റ്റ് ഓഫ് ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി. എന്തായിരുന്നു പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി? എ ബോഡി ക്യാൻ എമിറ്റ് ഓർ അബ്സോർബ് റേഡിയേഷൻ നോട്ട് കണ്ടിന്യൂസ്ലി ബട്ട് ഡിസ്കണ്ടിന്യൂസ്ലി ഇൻ ദ ഫോം ഓഫ് സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി, ആൻഡ് E is equal to h nu ആയിരുന്നു. ഓക്കെ, E is equal to h nu. This energy is quantized. E എന്ന് പറയുന്നത് ഒന്നെങ്കിൽ h nu അല്ലെങ്കിൽ 2h nu അല്ലെങ്കിൽ 3h nu, ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആണ്. ഓക്കെ, ഓരോരോ പാക്കറ്റ്സ് ആണ്. ആ ക്വാണ്ടൈസേഷൻ ഓഫ് എനർജിയും അദ്ദേഹം ബോസ് മോഡലിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പ്രിലിമിനറി ആയിട്ട് ബോസ് മോഡലിനെ പറ്റി മനസ്സിലാക്കാം. ആൻഡ് വാട്ട് ഈസ് ബോസ് മോഡൽ ഓഫ് ആറ്റം? ഓക്കെ, ബോസ് മോഡലിന് റുദർഫോർഡ്സ് മോഡലിനോട് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. റുദർഫോർഡ്സ് മോഡൽ അനുസരിച്ച് ദർ ഈസ് എ പോസിറ്റീവ് സെൻറ്റർ കോൾഡ് ന്യൂക്ലിയസ് ആൻഡ് ദ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർക്കുലാർ പാത്സ് കോൾഡ് ഓർബിറ്റ്സ് എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, സർക്കുലാർ പാത്സ് കോൾഡ് ഓർബിറ്റ്സ്. അപ്പോൾ ഇതിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് അതിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നത്. ദേ ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർക്കുലാർ പാത്സ് കോൾഡ് ഓർബിറ്റ്സ്. ബോറും അതേപോലെ തന്നെ പറയാണ്. First statement in Bose model of atom is the electrons are revolving around the nucleus in circular paths called orbits. Okay, in circular paths called orbits. അദ്ദേഹം ഓർബിറ്റ്സിന് വേറൊരു പേരുകൂടി കൊടുത്തിട്ടുണ്ട്, or stationary state or allowed energy state. ഓർബിറ്റ് എന്നുള്ള പേര് റുദർഫോർഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഹി ഓൾസോ കോൾഡ് ദ ഓർബിറ്റ്സ് ആസ് സ്റ്റേഷനറി സ്റ്റേറ്റ്. കാരണം ഓർബിറ്റുകളല്ല മൂവ് ചെയ്യുന്നത്, ഓർബിറ്റിൽ കൂടെ ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഇലക്ട്രോൺസ് ആർ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻ ബോസ് മോഡൽ ഓഫ് ആറ്റം ഈസ് ദ ഇലക്ട്രോൺ, നിങ്ങൾ നോട്ട് ചെയ്യണം, ദ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർക്കുലാർ പാത്സ് കോൾഡ് ഓർബിറ്റ്സ് ഓർ സ്റ്റേഷനറി സ്റ്റേറ്റ്. ഓക്കെ, ഓർ അലൗഡ് എനർജി സ്റ്റേറ്റ്. അവർക്ക് എന്താണ്, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഓരോ എനർജി ഉണ്ട്, അവർക്ക് അലൗ ചെയ്തിരിക്കുന്ന എനർജിയാണ്. ആ എനർജി അനുസരിച്ച് ഓരോരുത്തരും ഓരോ ഓർബിറ്റിൽ പ്രസൻ്റ് ആയിട്ട് ഇരിക്കണം. എനർജി കൂടിയ പിന്നെ ഇലക്ട്രോൺസും ഉണ്ടാവും, എനർജി കുറഞ്ഞ ഇലക്ട്രോൺസ് ഉണ്ടാവും. നമ്മൾ ഡിസ്കസ് ചെയ്യും. എനർജി കൂടിയ ഇലക്ട്രോൺസിൻ്റെ ഓർബിറ്റ് ആയിരിക്കില്ല എനർജി കുറഞ്ഞ ഇലക്ട്രോൺസിൻ്റെ ഓർബിറ്റ്. അപ്പോൾ ഓർബിറ്റിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് പറ്റിയ ഒരു ഇൻഫർമേഷൻ അതിൽ തന്നെ ആ പേരിൽ തന്നെ ഉണ്ട്. സോ ദ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർക്കുലാർ പാത്സ് കോൾഡ് ഓർബിറ്റ്സ്, സ്റ്റേഷനറി സ്റ്റേറ്റ് ഓർ അലൗഡ് എനർജി സ്റ്റേറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ ഇവിടെ ഒരു ഓർബിറ്റ് ഉണ്ട്.
ഈ ഓർബിറ്റിൽ ഇപ്പോൾ ഒരു ഇലക്ട്രോണാണ് ഞാനിവിടെ കാണിച്ചത്, ഒരു ഇലക്ട്രോൺ. സപ്പോസ് 2 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. 2 ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്, ഇതിൽ കൂടെ ഇങ്ങനെ റിവോൾവ് ചെയ്യാണ്. ദേ ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്സ്. അപ്പോൾ ഈ ഇലക്ട്രോൺ, ദ എനർജി ഓഫ് എൻ ഇലക്ട്രോൺ, ദ എനർജി ഓഫ് എൻ ഇലക്ട്രോൺ in an orbit is constant. Energy is constant. Energy is constant. The energy of an electron in an orbit is constant. കോൺസ്റ്റൻ്റ് ആണെന്ന് മാത്രം പറയല്ല, അദ്ദേഹം ആ എനർജി എന്താണെന്നുകൂടിയും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കാൽക്കുലേഷനും ഡെറിവേഷനും ഒന്നും നമുക്ക് കെമിസ്ട്രിയിൽ NCERT ഇല്ല. ഞാൻ ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട് അത് ഡിറൈവ് ചെയ്യുന്നുണ്ട് എൻട്രൻസിന് വേണ്ടി മാത്രം. ഇപ്പോൾ ഞാൻ NCERT മാത്രമാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഫിസിക്സിൽ നിങ്ങളത് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിറൈവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ, ദ എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ് ഈസ് കോൺസ്റ്റന്റ്. എന്ന് വെച്ചാൽ ഈ ഒരു ഓർബിറ്റിൽ, ഇത് ഫസ്റ്റ് ഓർബിറ്റാന്ന് വിചാരിക്കാം, ആദ്യത്തെ ഒരു ഓർബിറ്റ് ഞാൻ അവിടെ കാണിച്ചിട്ടുള്ളൂ. ആ ഫസ്റ്റ് ഓർബിറ്റിൽ ഈ ഇലക്ട്രോണും എനർജി കോൺസ്റ്റന്റ് ആണ്. ആ ഓർബിറ്റിൽ നിൽക്കുന്നിടത്തോളം കാലം അതിൻ്റെ എനർജി എന്തില്ല, മാറില്ല. എന്ന് വെച്ചാൽ ഈ ഇലക്ട്രോണിന്റെ എനർജിയും സെയിം ആയിരിക്കും. അപ്പോൾ ഒരു ഓർബിറ്റിനകത്തുള്ള എല്ലാ ഇലക്ട്രോണിന്റെ എനർജിയും സെയിം ആയിരിക്കും. ആൻഡ് ഹി കാൽക്കുലേറ്റഡ് ദ എനർജി എൻ ഈസ് ദ പൊസിഷൻ ഓഫ് ദ ഓർബിറ്റ്. എന്ന് വെച്ചാൽ ഓർബിറ്റിന്റെ നമ്പർ. ഫസ്റ്റ് ഓർബിറ്റ് ആണെങ്കിൽ E1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -RH, ഇറ്റ്സ് എ കോൺസ്റ്റന്റ്, ഇൻറ്റു 1/n². En is equal to -RH into 1/n². എന്തുകൊണ്ടാണ് മൈനസ് വരുന്നതെന്ന് പറയാം. Where RH is a constant called Rydberg constant. നേരത്തെ Rydberg constant ഉണ്ടായിരുന്നു. Where RH is equal to is Rydberg constant. നേരത്തെ ഒരു Rydberg constant ഉണ്ടായിരുന്നു നമ്മൾ വേവ് നമ്പർ പറഞ്ഞപ്പോൾ 109677 സെന്റിമീറ്റർ ഇൻവേഴ്സ്. അത് സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ്. അതും ഇതൊക്കെ ബന്ധമുണ്ട്. ആൻഡ് ദ വാല്യൂ ഓഫ് RH ഈസ് 2.18 into 10⁻⁻18 ജൂൾ ആണ്. 2.18 into 10⁻⁻18 ജൂൾ. അപ്പോൾ ദ Rydberg constant in terms of ജൂൾ ആണ്. ഓക്കെ, അത് മറ്റേത് Rydberg constant in terms of സെന്റിമീറ്റർ ഇൻവേഴ്സ്. അത് തമ്മിലുള്ള ബന്ധമൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാവും. ആൻഡ് ദിസ് ഈസ് ഓൾസോ ഈസ് ഈക്വൽ ടു 13.6 ഇലക്ട്രോൺ വോൾട്ട്. ഈ രണ്ട് വാല്യൂസ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. 2.18 into 10⁻⁻18 ജൂൾ ഓർ 13.6 ഇലക്ട്രോൺ വോൾട്ട്. ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് വെച്ചാൽ എന്താ, 1 ഇലക്ട്രോൺ വോൾട്ട് ഇസ് ഈക്വൽ ടു 1.602 into 10⁻⁻19 ജൂൾ ആണ്. ഈ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ബിഗിനിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. 1.602 into 10⁻⁻, ഒരു ഇലക്ട്രോണിന്റെ വോൾട്ട്, ഒരു ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ട് അത്രയും ജൂൾ ആയിരിക്കും. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ മതി. സോ 2.18 into 10⁻⁻18 എന്ത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് 13.6 ഇലക്ട്രോൺ വോൾട്ട് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ദ എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ എൻ ഓർബിറ്റ്, ഇൻ എ ഫിക്സ്ഡ് ഓർബിറ്റ് ഈസ് കോൺസ്റ്റന്റ്. And the energy value En is equal to -RH into 1/n², where RH is Rydberg constant and n is orbit ആണ്. ഏത് ഓർബിറ്റ് ആണോ ഓർബിറ്റിന്റെ നമ്പർ ആണ്. n is orbit. ഓക്കെ, അതായത് ഫസ്റ്റ് ഓർബിറ്റ് ആണെങ്കിൽ 1 കൊടുക്കും. അതായത് ഫസ്റ്റ് ഓർബിറ്റ് ആണെങ്കിൽ E1 is equal to -RH into 1/1². -RH into 1/1². E1 first orbit, energy of first orbit, that's is equal to -2.18 into 10⁻⁻18 into 1/1². That's equal to -2.18 into 10⁻⁻18 joule. 10⁻⁻18 joule. This is the energy of first orbit of hydrogen atom. ഇനി ഒരു സെക്കൻഡ് ഓർബിറ്റ് ഉണ്ടെങ്കിൽ E2 ആണ് വരിക. E2 എന്ന് വെച്ചാൽ -RH into 1/2² ആണ് വരിക. അപ്പോൾ അതിനനുസരിച്ച് വാല്യൂസ് മാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ദ എനർജി ഓഫ് എൻ ഓർബിറ്റ് is constant. The energy of all electrons in an orbit is constant. ഈ ഇലക്ട്രോൺ എടുത്താലും ഇതേ വാല്യൂ ആണ് കിട്ടുക. കാരണം ഓർബിറ്റിന്റെ നമ്പറിനെ മാത്രം, ഇത് n is equal to 1 ആണ്, ഓർബിറ്റിന്റെ നമ്പറിനെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഈ എനർജി മാറും എപ്പോൾ എന്ന് ചോദിച്ചാൽ, ലെറ്റ് ഇറ്റ് ബി ദ, ഇപ്പോൾ ഇവിടെ ഒരു എന്തുണ്ട്, ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഇതിൽ ഇവിടെ ഒരു ഓർബിറ്റ് ഉണ്ട്. സപ്പോസ് ദിസ് ഈസ് ദ ഫസ്റ്റ് ഓർബിറ്റ് and I am taking another orbit, and this is the second orbit, and I am taking another one. This is the third orbit. Okay, this is
n is equal to 1, this is n is equal to 2, this is n is equal to 3. First orbit, second orbit, third orbit. ഇവിടെ ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഇലക്ട്രോൺ, ഞാൻ മൈനസ് ചാർജ് കൊടുക്കുന്ന ഇലക്ട്രോൺ നെഗറ്റീവാണ്. ഇവിടെ ഇലക്ട്രോൺ, ഞാൻ എണ്ണമൊന്നും കറക്റ്റല്ല എഴുതുന്നത്, ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെയും ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഇവിടെയും കുറേ ഇലക്ട്രോൺസ് ഉണ്ട്. അടുത്ത ഓർബിറ്റാണത്. ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്തുള്ള ഓർബിറ്റ് ഞാൻ കാണിച്ചിരിക്കുന്നത് റെഡാണ്. ദിസ് ഈസ് ദ ന്യൂക്ലിയസ്. ഓക്കെ, ദിസ് ഈസ് ദ ന്യൂക്ലിയസ്. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോണിനും, അതായത് ദിസ് 2 ഇലക്ട്രോൺസ്, ഈ രണ്ട് ഇലക്ട്രോണിനും ഒരേ എനർജിയാണ്. കാരണം എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ എൻ ഓർബിറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ഈ രണ്ട് ഇലക്ട്രോണിനും ഒരേ എനർജിയാണ്. ആ ബ്ലൂ ഓർബിറ്റിലുള്ള കളർ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കൊടുത്താണ്. അതിന് രണ്ടിനും എന്താണ്? ഒരേ എനർജിയാണ്. ഇവർക്കെല്ലാവർക്കും ഒരേ എനർജിയാണ്. ഈ ആളുകൾക്കെല്ലാം ഒരേ എനർജിയാണ്. എന്നാൽ ഇതിനും ഒരേ എനർജി അല്ല. ദ എനർജി ഓഫ് an electron in an orbit is constant. Energy of all electron in an orbit is constant. ഇതും സെയിം ആണ്, ഇതും സെയിം ആണ്. എന്നാൽ ഇതും സെയിം അല്ല, ഇതും സെയിം അല്ല, ഇതും സെയിം അല്ല. കാരണം എന്താ? നമ്മളുടെ ഇക്വേഷനിൽ En is equal to -RH × 1/n². എന്നിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് എനർജി എന്താവും? മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, പക്ഷേ ഈ എനർജി പിന്നെ എപ്പോഴാണ് ഒരു എനർജി ചേഞ്ച് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, ഇവിടെ നിങ്ങൾ ഒരു ഇലക്ട്രോണിന് എവിടെ നിന്നോ, നേരത്തെ നമ്മൾ സ്പെക്ട്രമൊക്കെ പറഞ്ഞപ്പോൾ ഒരു എനർജി അബ്സോർബ് ചെയ്യുന്നു, എക്സൈറ്റ് ചെയ്യുന്നു. എക്സൈറ്റ് ചെയ്യുമ്പോൾ എന്താണ്? എനർജി അബ്സോർബ് ചെയ്യാണ്. അപ്പോൾ ഇവിടെയുള്ള ഒരു ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്തിട്ട് അതിങ്ങനെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ, എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? എക്സൈറ്റ് ചെയ്യും. ഹയർ 1 ൽ നിന്നും 2 വരും. അങ്ങനെ ആ ഇലക്ട്രോൺ ഇവിടെ എത്തുകയാണെങ്കിൽ ആ ഇലക്ട്രോണിൻ്റെ എനർജി മാറി. കാരണം എന്താ? ആ ഇലക്ട്രോൺ n = 2 വന്നു. അവർ എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ്. സോ the energy is changed. ആ സ്റ്റേറ്റ്മെൻറ്റിനെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയാം. The energy of an electron, the energy of all electrons in a fixed orbit is constant. അതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. എന്നിട്ട് പിന്നീട് പറയാണ് the energy is changed only when the electron moves from one orbit to the other. ഒരു ഓർബിറ്റിൽ നിന്നും വേറൊരു ഓർബിറ്റിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ എനർജി ചേഞ്ച് ചെയ്യുള്ളൂ. അതിൽ നിൽക്കുന്നിടത്തോളം കാലം അതിന് സെയിം എനർജി ആയിരിക്കും. ആൻഡ് ദ എനർജി ഈസ് ചേഞ്ച്ഡ് ഓൺലി വെൻ. അപ്പോൾ കണ്ടിന്യൂഷൻ ആയിട്ട് നോട്ട് ചെയ്ത എനർജി ഈസ് ചേഞ്ച്ഡ് ഓൺലി വെൻ ദ ഇലക്ട്രോൺ ട്രാവൽസ് മൂവ്സ് ഫ്രം വൺ ഓർബിറ്റ് ടു ദ അതർ. അപ്പോൾ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും എനർജി ചേഞ്ച് ചെയ്യും. ഇനി അവിടെ നിന്നും തിരിച്ചു വരികയാണെങ്കിലോ അപ്പോഴും എനർജി ചേഞ്ച് ചെയ്യും അല്ലേ. അപ്പോൾ ലോവർ ഓർബിറ്റിൽ നിന്നും ഹയർ ഓർബിറ്റിലേക്ക് പോകുമ്പോൾ എനർജി അബ്സോർബ് ചെയ്യും. എനർജി സ്വീകരിച്ചിട്ടാണ് മേലേക്ക് പോകുന്നത്. നമ്മളിങ്ങനെ കാണിച്ചിട്ടില്ലായിരുന്നോ മേലേക്ക് പോകുന്നത്? എനർജി അബ്സോർബ് ചെയ്തിട്ട്. ഇനി മേലെയുള്ള ഒരാൾ താഴേക്ക് വരുന്നതോ എനർജി എമിറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതാണ് ദ എനർജി ഓഫ് ഓൾ ദ ഇലക്ട്രോൺസ് ഇൻ എ ഫിക്സ്ഡ് ഓർബിറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ദ എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഈസ് ഓൺലി ചേഞ്ച്ഡ്. The energy of the electron is changed only when it moves from one orbit to the other. The energy, and a continuation on it, the energy is absorbed when it moves to a higher energy state. When it moves to a higher energy state. The allowed energy state ആണല്ലോ. ഇപ്പോൾ ഇതിന് അലൗ ചെയ്തിരിക്കുന്ന ഈ സ്റ്റേറ്റ് ആണ്. എനർജി കിട്ടിയപ്പോൾ അതിന് അലൗ ചെയ്തിരിക്കുന്ന ഈ സ്റ്റേറ്റ് ആണ്. അതാണ് allowed energy state. So the energy is absorbed when it moves to a higher energy state. Energy is released when it moves to when it come back to a lower energy state. When it moves to a lower energy state. Higher il ninnu lower like povaanengil energy release cheyum. So energy is absorbed when it moves to a higher energy state, and energy is released when it moves to a lower energy state. In other words, energy is absorbed when it is excited, energy is released when it is de-excited. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇനി വാട്ട് ഈസ് ദ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്? അപ്പോൾ ഇവിടെ നിന്നും എനർജി അബ്സോർപ്ഷനും എനർജി റിലീസും ഒക്കെ നടക്കുന്നുണ്ട്. എനർജി കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഈ ഓർബിറ്റിൽ നിന്ന് ഇവിടേക്കും ഈ ഓർബിറ്റിൽ നിന്ന് ഇവിടേക്കും ഒക്കെ പോകും. എനർജി റിലീസ് ചെയ്തിട്ട് അവർ വേണമെങ്കിൽ എന്ത് ചെയ്യും? തിരിച്ചു വരും എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് ഈ ഓർബിറ്റിൽ നിൽക്കുന്നിടത്തോളം സമയം അവർക്ക് ഒരേ എനർജി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ബോസ് മോഡൽ വെച്ചിട്ട് എന്താണ്? ഇതാണ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ. മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഇവിടെ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, അവിടെ നിന്ന് അങ്ങോട്ട് ഈ ആരോ കാണിച്ചിരിക്കുന്നത് ഇൻക്രീസിങ് എനർജി ഓഫ് ഓർബിറ്റ്. 1-നേക്കാളും കൂടുതൽ 2-ന്, 2-നേക്കാളും കൂടുതൽ 3-ക്ക്. അപ്പോൾ ഇവിടെ നിന്നും ഒരാൾ ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ എനർജി എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. ഇവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യും. ഇവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യും. ഇനി തിരിച്ച്
ഇവിടെയുള്ള ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്, തിരിച്ച് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ദ എനർജി ഈസ് റിലീസ്ഡ് ആൻഡ് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. എനർജി ഈസ് റിലീസ്ഡ് ആസ് റേഡിയേഷൻ ആൻഡ് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. ദാറ്റ് ഈസ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. അതാ നേരത്തെ പറഞ്ഞത്, നീൽസ് ബോർ യൂസ്ഡ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ടു ക്വാണ്ടിറ്റേറ്റീവ്ലി എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഇറ്റ് സ്പെക്ട്രം എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ റിലീസ് ചെയ്യുന്നു, ഇവിടെ അബ്സോർബ് ചെയ്യുന്നത് തന്നെയായിരിക്കും ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ള എനർജിക്ക് ഞാൻ E1 എന്ന് എടുക്കുകയാണ്, ഇവിടെയുള്ള എനർജിക്ക് E2 എന്ന് എടുക്കുകയാണ്. ഇവിടെ ഉള്ള ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു എനർജി ഡിഫറൻസ് ഉണ്ട്. സപ്പോസ് ഇതൊരു 5 ജൂൾ, നമ്മൾ സാധാരണ എടുത്ത എക്സാമ്പിൾ 5 ജൂൾ, ഇതൊരു 10 ജൂളുമാണ് ഇതിൻ്റെ എനർജി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്ക് എത്താൻ, അല്ലെങ്കിൽ ഒരു 15 ജൂൾ, ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്ക് എത്താൻ അവർ എത്ര അബ്സോർബ് ചെയ്യണം? 10 ജൂൾ അബ്സോർബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? നമുക്ക് കിട്ടിയത് E2 മൈനസ് E1 എടുത്തപ്പോഴാണ്. E2 എത്ര? 15 ജൂൾ. E1 എത്ര? 5 ജൂൾ. അപ്പോൾ ആ രണ്ടിൻ്റെയും ഡിഫറൻസ് 10 ജൂൾ കിട്ടിയാൽ ഇവർ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്തും. ആ 10 ജൂൾ റിലീസ് ചെയ്താൽ അവർ തിരിച്ചിങ്ങോട്ടേക്കും വരും. ഓക്കെ, ആൻഡ് ദാറ്റ് E2 മൈനസ് E1 ഈസ് ഡെൽറ്റ ഇ. ആ ഡെൽറ്റ ഇ ആണ് നമുക്കിവിടെ ഈ എക്സാമ്പിളിൽ, റഫ് എക്സാമ്പിളാണ്, അതിൽ 10 ജൂൾ ആയിട്ട് കിട്ടിയത്. ഈ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയാൻ പോവാണ്. ഈ ഡെൽറ്റ ഇ എന്ന് പറയുന്നത്, ഡെൽറ്റ ഇ എന്നെടുത്ത എന്താണ്? രണ്ടിൻ്റെയും ഡിഫറൻസ്, രണ്ട് ഓർബിറ്റുകളും തമ്മിലുള്ള ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡെൽറ്റ ഇ ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡെൽറ്റ ഇ ആണ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ ഇ ആണ്. ഇവിടെ E3 മൈനസ് E1 എടുക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ട്? രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ആ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ന്യൂ എന്തായിരിക്കും? ന്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച് ആയിരിക്കും. ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ, therefore ന്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നേരത്തെ പറഞ്ഞു എന്താണ്? ഒരു ഓർബിറ്റിൽ നിൽക്കുന്നിടത്തോളം കാലം ഇലക്ട്രോണിന്റെ എനർജി കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ദ എനർജി ഈസ് ചേഞ്ച്ഡ് ഓൺലി വെൻ ഇറ്റ് മൂവ്സ് ഫ്രം എ ലോവർ എനർജി ടു ഹയർ എനർജി സ്റ്റേറ്റ് or a higher energy to lower energy state. It's only changed only when the electron moves from one orbit to the other എന്നും പറയാം. അങ്ങനെ നമ്മൾ ഒരു ഇലക്ട്രോൺ പോകുന്ന സമയത്ത് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനർജി റിലീസ് ചെയ്യുന്നുണ്ട് ആസ് റേഡിയേഷൻ. ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് ന്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച്. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി യൂസ് ചെയ്തിട്ട് ഒരു ആറ്റത്തിൽ നിന്നും ഇലക്ട്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഉണ്ടാവുന്ന എനർജി ചേഞ്ചിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്തു? ബോർ എക്സ്പ്ലെയിൻ ചെയ്തു. ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച്. ന്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച്. ദാറ്റ് ഈസ് ദ തേർഡ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാണ്. ദ എനർജി, നേരത്തെ അവിടെ എമിറ്റ് ചെയ്യും അബ്സോർബ് ചെയ്യും ചെയ്യുന്ന എനർജിനെ പറ്റി പറഞ്ഞു. അങ്ങോട്ട് പോകുമ്പോൾ അബ്സോർബ് ചെയ്യുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ എമിറ്റ് ചെയ്യും ചെയ്യുന്ന എനർജിനെ പറ്റി പറഞ്ഞു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻസ് എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് ന്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച്, where delta E is the change in energy between the two orbits. ഇലക്ട്രോൺ എവിടുന്ന് എങ്ങോട്ട് പോകുന്നു എന്നുള്ള ആ രണ്ടാളുകളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ ഇ എന്ന് പറയുന്നത്. ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു E2 മൈനസ് E1. ഓക്കെ, അവിടെ 2 എടുത്തത് എന്താണ്? അവർ പോകുന്ന ഫൈനൽ സ്റ്റേറ്റ്. E1 എടുത്തത് എന്താണ്? അതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റ്, എവിടുന്ന് എങ്ങോട്ട് പോകുന്നു. ഓക്കെ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ എച്ച്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ബോസ് ഫ്രീക്വൻസി റൂൾ. ബോസ് ഫ്രീക്വൻസി rule. This is called Bose frequency rule. മനസ്സിലായോ? So nu is equal to delta E by H. അപ്പോൾ third statement. First statement, electrons are revolving around the nucleus in circular paths called orbits or stationary state or allowed energy state. And second statement, the energy of an electron in a fixed orbit is constant. It is changed only when it moves from one orbit to the other. The energy is absorbed when the electrons are moved to a higher energy state, and the energies are released when it moves from a higher energy state to a lower energy state. Okay, and the radiations emitted, energy release ചെയ്യുക അബ്സോർബ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? റേഡിയേഷൻ ആയിട്ടാണ്. ആൻഡ് the frequency of radiation emitted, അതാണ് തേർഡ് സ്റ്റേറ്റ്മെന്റ്. നോട്ട് ചെയ്യുക, the frequency of radiation emitted or absorbed nu is equal to delta E by H, and this equation is also called Bose frequency rule. ഇപ്പോൾ 3 സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞു, and we are moving to the fourth statement. ഇപ്പോൾ നമ്മൾ ഒരു മാസ്സുള്ള ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത്, മാസ്സുള്ള ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ ഒരു സൈക്കിളാണെന്ന് വിചാരിച്ചു. സൈക്കിൾ നമ്മളെ വന്ന് ഇടിക്കുകയാണ്.
അതേ സ്പീഡിൽ വന്നിട്ടുള്ള ഒരു ബൈക്ക് ഇടിക്കുന്നതും അതേ സ്പീഡിൽ വന്നിട്ടുള്ള ഒരു കാർ ഇടിക്കുന്നതും അതേ സ്പീഡിൽ വന്നിട്ടുള്ള ഒരു ട്രെയിൻ ഇടിക്കുന്നതിൻ്റെയും ഇമ്പാക്റ്റ് സെയിം അല്ല. സ്പീഡ് സെയിം ആണ്, വെലോസിറ്റി സെയിം ആണ്. പക്ഷെ അവിടെ എന്താണ് ഡിഫറൻസ്? മാസ് ആണ് ഡിഫറൻസ്. അതിനെ നമ്മൾ രണ്ടിനും കൂടി കണക്ട് ചെയ്തിട്ട് ഒരു ടേം പറയും, ദാറ്റ് ഈസ് മൊമെൻറ്റം. മൊമെൻറ്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. മാസ് ഇൻറ്റു വെലോസിറ്റി. ആ മാസ് കൂടിയത് കൊണ്ടാണ് സൈക്കിളിൻ്റെ അതേ സ്പീഡിൽ വരികയാണെങ്കിൽ പോലും ട്രെയിൻ ഇടിച്ചാലുള്ള ഇമ്പാക്റ്റ് കൂടാനുള്ള കാരണം മൊമെൻറ്റം. അപ്പോൾ ഒരു ലീനിയർ മോഷനിൽ, ട്രെയിനൊക്കെ മൂവ് ചെയ്യുന്നത് പോലെ സൈക്കിളൊക്കെ മൂവ് ചെയ്യുന്നത് പോലെ ലീനിയർ മോഷനിലാണ് മൊമെൻറ്റം യൂസ് ചെയ്യുന്നത്. ഒരു സർക്കുലാർ മോഷൻ നിങ്ങൾ ഫിസിക്സിൽ പഠിക്കും. ഒരു സർക്കുലാർ മോഷനിലാണെങ്കിൽ അവിടെ ഒരു ടേം കൂടി വരും. അതായത് നമ്മളിപ്പോൾ ഒരു കല്ല് ഒരു സ്ട്രിങ്ങിൽ കിട്ടുക, അത് കറക്കുകയാണെങ്കിൽ അതിങ്ങനെ കറങ്ങും. ഓക്കെ, വേറൊരു സ്ട്രിങ്ങിൽ കുറച്ചുകൂടി വലിയൊരു കയറിൽ വേറൊരു കയർ കിട്ടുക, അതും എന്തു ചെയ്യും? ഇങ്ങനെ സർക്കുലാർ മോഷനിലുണ്ടാവും. ഇതിൻ്റെ രണ്ടിൻ്റെയും സ്പീഡ് സെയിം ആണെങ്കിലും നമ്മളെ മേലേക്ക് തട്ടുമ്പോഴുള്ള ഇമ്പാക്റ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. മാസ് സെയിം ആണെന്ന് വിചാരിച്ചോ, ഇതിൻ്റെ മാസ് സെയിം ആണ്, സ്പീഡും സെയിം ആണ്. അതായത് മാസ് സെയിം ആണ്, വെലോസിറ്റിയും സെയിം ആണ്. പക്ഷേ ഇവിടെയുള്ള റേഡിയസ് സെയിം അല്ല. ഓക്കെ, അപ്പോൾ ഈ മോഷനിൽ, ദാറ്റ് മീൻസ് ദ സർക്കുലാർ മോഷനിൽ നമ്മൾ മൊമെൻറ്റം അല്ല എടുക്കുക. എന്താ എടുക്കുക? വി ടേക്ക് ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റം നിങ്ങൾ റൊട്ടേഷണൽ മോഷനിലൊക്കെ പഠിക്കും. ആംഗുലാർ മൊമെൻറ്റം, മൊമെൻറ്റത്തിന് പകരം നിങ്ങൾ ആംഗുലാർ മൊമെൻറ്റം ആണ് എടുക്കുക. ഓക്കെ, ആൻഡ് ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു റേഡിയസ്, MVR. ആംഗുലാർ മൊമെൻറ്റം of a rotating body is equal to mass into velocity in radius, that is MVR. അപ്പോൾ ഈ ഇലക്ട്രോണിന് എന്ത് മൊമെൻറ്റം ആണ് ഉണ്ടാവുക? ആംഗുലാർ മൊമെൻറ്റം ആണോ അതോ മൊമെൻറ്റം ആണോ ഉണ്ടാവുക? ഇവിടെ ഇലക്ട്രോൺസ് എന്താണ്? സർക്കുലർ മോഷനിലാണ്, റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ ഒബ്വിയസ്ലി എന്താണ് ഉണ്ടാവുക? ദേ വിൽ ഹാവ് ആംഗുലാർ മൊമെൻറ്റം. ആ ആംഗുലാർ മൊമെൻറ്റം നോർമലി എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു റേഡിയസ് ആണ്. നോ ഡൗട്ട് ഇൻ ദാറ്റ്. ഓക്കെ, നമ്മൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പോവാണ്. ഇവിടെ പറയുന്നത് ദ ആംഗുലാർ മൊമെൻറ്റം അക്കോർഡിംഗ് ടു ബോസ് മോഡൽ, ദ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ, ദ ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു NH/2π. ഇത് സാധാരണ സർക്കുലർ മോഷൻ്റെ കാര്യമാണ്. MVR ഇവിടെ അപ്ലിക്കബിൾ ആണ്. ഇവിടെ പറയാണ് ദ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു NH/2π. എന്ന് വെച്ചാൽ n എന്താ? ഓർബിറ്റിൻ്റെ നമ്പറാണ്. ഇത് n=1, n=2, n=3, n=4 അങ്ങനെ പോകും. അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റ് ആണെങ്കിൽ എന്താ വരിക? h/2π. ഓക്കെ, സെക്കൻഡ് ഓർബിറ്റ് ആണെങ്കിൽ എന്താ വരിക? 2h/2π എന്ന് വെച്ചാൽ h/π. ഓക്കെ, 2h/2π. മൂന്നാമത്തെ ഓർബിറ്റ് ആണെങ്കിൽ എന്താ വരിക? 3h/2π എന്ന് വെച്ചാൽ 1.5h/2π. 3h/2π. h/2π നോക്കുകയാണെങ്കിൽ h/2π നമ്മൾ അവിടെ വെക്കുകയാണെങ്കിൽ 1h/2π, 2h/2π, 3h/2π, പിന്നെ എന്താ വരിക? 4h/2π, 5h/2π. ഓക്കെ, എന്ന് വെച്ചാൽ ഓരോ ഓർബിറ്റിലും ഓരോ ആംഗുലാർ മൊമെൻറ്റം ഉണ്ട്. ഓരോ ഓർബിറ്റിലും ഓരോ എനർജി ഉള്ളതുപോലെ, എനർജി കോൺസ്റ്റന്റ് ആയതുപോലെ ഇവിടെ ഓരോ ഓർബിറ്റിനകത്തും എന്തുണ്ട്? ഓരോ ആംഗുലാർ മൊമെൻറ്റം ഉണ്ട്. ഫസ്റ്റ് ഓർബിറ്റിലുള്ള എല്ലാ ഇലക്ട്രോൺസിനും ആംഗുലാർ മൊമെൻറ്റം h/2π ആയിരിക്കും. സെക്കൻഡ് ഓർബിറ്റിലുള്ള എല്ലാ ഇലക്ട്രോൺസിനും ആംഗുലാർ മൊമെൻറ്റം 2h/2π ആയിരിക്കും, അല്ലെങ്കിൽ h/π ആയിരിക്കും. മൂന്നാമത്തെ ഓർബിറ്റിലുള്ള എല്ലാവർക്കും 3h/2π ആയിരിക്കും. ഇത് നാലാമത്തെ 4h/2π ആയിരിക്കും, 5h/2π ആയിരിക്കും, ആൻഡ് സോ ഓൺ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ പറയും ഇപ്പോൾ 1 2 3 4 5 ഇങ്ങനെയല്ല n വരുന്നത്. n is equal to 1 2 3 4 5. ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ് ഓർബിറ്റ്, തേർഡ് ഓർബിറ്റ്, ഫോർത്ത് ഓർബിറ്റ്, ഫിഫ്ത്ത് ഓർബിറ്റ് ഇങ്ങനെ പോകുന്നത്. എന്ന് വെച്ചാൽ 1നോട് 1 ആഡ് ചെയ്യുന്നു, 2നോട് 1 ആഡ് ചെയ്യുന്നു, അങ്ങനെ അങ്ങനെ പോവാണ്. നമ്മൾ പറയും ദീസ് ആർ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ്. ഇൻ്റഗ്രൽ നമുക്ക് ബോർഡ് ഒന്നുകൂടി യൂസ് ചെയ്യാം. ദേ ആർ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ്. ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ എന്താ ശരിക്ക്? ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് അഡീഷൻ ആണ്, അല്ലേ? റിപ്പീറ്റഡ് അഡീഷൻ ആണ് ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് എന്ന് വെച്ചാൽ എന്താ? ഓരോ ആഡ് ചെയ്യുന്ന, അതായത് ഓരോ ആഡ് ചെയ്ത് ഇങ്ങനെ 1ൽ നിന്നും 2ലേക്ക് 1 ആഡ് ചെയ്തു, ഇവിടുന്ന് 3ലേക്ക് ആഡ് ചെയ്തു, ഇങ്ങനെ ആഡ് റിപ്പീറ്റഡ്ലി ഇങ്ങനെ ആഡ് ചെയ്ത് പോവാണ്. അതിൻ്റെ മൾട്ടിപ്പിൾസ് ആണ് 1ൻ്റെയും 2ൻ്റെയും. ഇത് ഈ ഇൻ്റഗ്രലിൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് h/2π. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്.
the angular momentum of an electron. The angular momentum of electrons is the integral multiples of h by 2 pi. Angular momentum of electrons in an atom is the integral multiples of h by 2 pi. എന്ന് വെച്ചാൽ angular അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എഴുതുക അത് എന്നിട്ട് എഴുതുക that is angular momentum is equal to nh by 2 pi. Angular momentum is equal to nh by 2 pi എന്ന് പറയുന്നതും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് angular momentum is the integral multiples of h by 2 pi എന്ന് പറയുന്നത് സെയിം ആണ്. കാരണം എന്താ, n എന്ന് വെച്ചാൽ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആണ്. ഏതാ 1 2 3 4 5 ആണ്. അതിങ്ങനെ കൂടും. അപ്പോൾ അതിന് ഏത് വാല്യൂസ് ആണ് ഉണ്ടാവുക? ഒന്നെങ്കിൽ h by 2 pi അല്ലെ 2h by ഈ വാല്യൂസ് ആണ് ഉണ്ടാവുക. അല്ലാതെ അതിൻ്റെ ഇടയിലുള്ള വാല്യൂസ് ഉണ്ടാവില്ല. ദേ ആർ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് h by 2 pi. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. The angular momentum of an electron is the integral multiples of h by 2 pi. That is angular momentum, comma mvr ആണല്ലോ നോർമലി. mvr is equal to nh by 2 pi എന്നുള്ളതാണ് എന്ത്? The fourth postulate or statement in Bohr's model of atom. Fourth postulate ആണിത്. Fourth postulate. First and second and third നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. This is the fourth postulate. The angular momentum of an electron is the integral multiple of h by 2 pi. That is angular momentum mvr is equal to nh by 2 pi. Where n is ഇവിടെ നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. m mass of electron ആണ്, the velocity of electron, the radius of an atom, okay, and n is orbit number, h അറിയാം Planck's constant, pi ന്റെ വാല്യൂ അറിയാം 3.14, okay, 2 it's fixed. അപ്പോൾ angular momentum of an electron mvr is equal to nh by 2 pi. നമ്മൾ Planck's quantum theory പറഞ്ഞപ്പോൾ നമ്മൾ E is equal to nh nu എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ n is equal to എന്തായിരുന്നു 1 2 3 4 എക്സെട്ര. അപ്പോൾ ഏതൊക്കെ വാല്യൂസ് h nu അല്ലെങ്കിൽ 2h nu അല്ലെങ്കിൽ 3h nu അല്ലെങ്കിൽ 4h nu ഇങ്ങനെയുള്ള വാല്യൂസേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എനർജി ഈസ് ദ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h nu. ആംഗുലാർ മൊമെൻറ്റം ഈസ് ദ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h by 2 pi. അതേപോലെ തന്നെ അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. എന്താ ക്വാണ്ടൈസ്ഡ് എന്ന് വെച്ചാൽ ഓരോന്നിനും ഓരോ സ്പെസിഫിക് ഡിസ്ക്രീറ്റ് വാല്യൂസ് ഉണ്ട്. ഓരോ പാക്കറ്റ് പോലെയാണ് അല്ലേ? h nu എന്ന് പറയുന്ന ഒരു എനർജി, ആ പെർട്ടിക്കുലർ എനർജി ആയിരിക്കും അവിടെയുള്ള എല്ലാ എന്താണ് ഒരു ഫോട്ടോൺ ആണ് വരുന്നതെങ്കിൽ, ഒരു ലൈറ്റ് റേഡിയേഷൻ ആണ് വരുന്നതെങ്കിൽ അവർക്കെല്ലാം h nu ആയിരിക്കും. രണ്ടെണ്ണം ആണെങ്കിൽ അത് 2h nu ആയിരിക്കും. അപ്പോൾ ഓരോരോ പാക്കറ്റ്സ് ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്ക്രീറ്റ് വാല്യൂ മാത്രമാണ്, അല്ലാണ്ട് അതിൻ്റെ ഇടയിൽ ഒന്നിൻ്റെയും രണ്ടിൻ്റെയും 1h nuവിൻ്റെയും 2h nuവിൻ്റെയും ഇടയിലൊന്നും ഉണ്ടാവില്ല. സോ നമ്മൾ പറഞ്ഞു എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. അതേപോലെ നമ്മൾ ഇവിടെ n-ന് 1 2 3 ഇങ്ങനെയുള്ള ഇൻ്റഗ്രൽ വാല്യൂസേ ഉള്ളൂ. 1 എന്ന് പറയുന്ന ഒരു വാല്യൂ, ആ ഒരു പാക്കറ്റ് ക്വാണ്ടൈസ്ഡ് ആണ്. 2h by 2 pi എന്ന് പറയുന്ന 2 എന്ന് പറയുന്ന ഒരു വാല്യൂ, 3 എന്ന് പറയുന്ന ഒരു വാല്യൂ, 4 എന്ന് പറയുന്ന ഒരു വാല്യൂ എന്ന് വെച്ചാൽ നമ്മൾ പറയും ഒരു അനദർ പോയിന്റ്, ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ കോംപ്ലിക്കേറ്റഡ് കോൺസെപ്റ്റുകളാണ്. ആംഗുലാർ മൊമെൻറ്റം ഓഫ് an electron is quantized. Angular momentum of an electron is quantized. എന്താ ക്വാണ്ടൈസ്ഡ് എന്ന് പറയാം? ഓരോന്നിനും ഓരോ ഡിസ്ക്രീറ്റ് വാല്യൂസ് ഉണ്ട്. ഫസ്റ്റ് ഓർബിറ്റിലുള്ള എല്ലാവർക്കും ഈ പാക്കറ്റ് ഓഫ് മൊമെൻറ്റം ആണ് ഉണ്ടാവുക. ഫസ്റ്റ് ഓർബിറ്റിലുള്ള എല്ലാവർക്കും നേരത്തെ നമ്മൾ എനർജി എടുത്തു. ഏത് എനർജി? ബോസ് മോഡൽ തന്നെ. En is equal to -rh into 1/n square. 1/n square. അവിടെ ഫസ്റ്റ് ഓർബിറ്റ് ആയപ്പോൾ E1 is equal to -rh into 1/1 square. ഈ എന്നിൻ്റെ വാല്യൂ 1 ആയിരിക്കും ഫസ്റ്റ് ഓർബിറ്റുകളിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എങ്കിൽ പോലും. ഇനി E2 is equal to എന്താ വരിക? E2 is equal to -rh into സെക്കൻഡ് ഓർബിറ്റിൽ into 1/2 square. ഇനി അതേപോലെ E3 is equal to -rh into 1/3 square. അപ്പോൾ മൂന്നാമത്തെ ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെങ്കിലും അവർക്കെല്ലാം ഈ പാക്കറ്റ് ഓഫ് എനർജിയാണ് ഉണ്ടാവുക. ഓരോരുത്തർക്കും ഓരോ ഇലക്ട്രോണും ഇത്ര എനർജി, അടുത്ത ഇലക്ട്രോൺ ഇത്ര എനർജി, അടുത്ത ഇലക്ട്രോൺ ഇത്ര എനർജി. ഇവിടെ ഒരു 5 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 5 ഇലക്ട്രോണും ഇത്ര എനർജി, ഓരോരോ പാക്കറ്റ്സ് ഓഫ് എനർജി. അപ്പോൾ നമ്മൾക്ക് അക്കോർഡിംഗ് ടു ബോസ് മോഡൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിവോൾവ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എനർജിനെ പറ്റി പറഞ്ഞു. എനർജി കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് എനർജി ഡിഫൈൻ ചെയ്തു. അവിടെ ഒരു വാക്കുകൂടി നിങ്ങൾ യൂസ് ചെയ്യാം, അതായത് ഒരു വാക്കുകൂടി അവിടെ ഇൻക്ലൂഡ് ചെയ്യാം. അക്കോർഡിംഗ് ടു ബോസ് മോഡൽ എനർജീസ് ആർ ക്വാണ്ടൈസ്ഡ്.
energies of electrons are quantized എന്നവിടെ ചേർക്കാം. ഓക്കെ, ദാറ്റ് ഈസ് അതായത് ആ പറഞ്ഞ മൊത്തം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു വേറൊരു വാക്കാണ്, ക്വാണ്ടം മെക്കാനിക്കൽ കോൺസെപ്റ്റ് അനുസരിച്ചുള്ള ഒരു വാക്കാണ് ദ എനർജീസ് ആർ ക്വാണ്ടൈസ്ഡ്. അപ്പോൾ ബോസ് മോഡൽ പ്രകാരം എനർജീസ് ക്വാണ്ടൈസ്ഡ് ആണ്. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് ആംഗുലാർ മൊമെൻറ്റം ഓഫ് എൻ ഇലക്ട്രോൺ ഈസ് ഓൾസോ ക്വാണ്ടൈസ്ഡ്. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്. മനസ്സിലായോ? ഇനി അപ്പോൾ ഇത്രയുമാണ് ബോസ് മോഡലിൻ്റെ പ്രൈമറിലി ഉള്ള 4 സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ബോസ് മോഡലിൽ തന്നെ ഇവിടെ ആംഗുലാർ മൊമെൻറ്റം പറഞ്ഞപ്പം പറഞ്ഞു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. മാസ് ഓഫ് എൻ ഇലക്ട്രോൺ. മാസ് ഓഫ് എൻ ഇലക്ട്രോൺ ഈസ് എ കോൺസ്റ്റൻറ്റ്, അത് നമുക്കറിയാം. വെലോസിറ്റി ഓഫ് എൻ ഇലക്ട്രോൺ, റേഡിയസ്, ഈ വെലോസിറ്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്യണം, ഈ റേഡിയസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ബാക്കിയുള്ള എല്ലാം നമുക്കറിയാം. എന്നിൻ്റെ വാല്യൂ അറിയാം, ഓർബിറ്റിൻ്റെ നമ്പറാണ്. എച്ച് അറിയാം, 6.626 × 10 - 34 ആണ്. അപ്പോൾ നമുക്കിവിടെ വെലോസിറ്റിയും റേഡിയസും എക്സ്പ്ലെയിൻ ചെയ്തേ പറ്റൂ. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? MVR is equal to NH/2π. The angular momentum of an electron, MVR, is equal to NH/2π, or the angular momentum is the integral multiple of h/2π, or according to Bohr's model, the angular momentum is quantized. Where n is equal to 1, 2, 3, 4, etc. and is called principal quantum number, and is called principal quantum number. That is named principal quantum number according to Niels Bohr. Okay, and is used to represent orbits. Orbits are represented by the value n is equal to 1, 2, 3, 4, etc. and is called principal quantum number. അതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ സെക്കൻഡ് തിങ്, അപ്പോൾ അവിടെ മാസ് എന്താ? മാസ് നമുക്കറിയാം. മാസ് ഈസ് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു 9.1 × 10 - 31 കിലോഗ്രാം. നമ്മൾ ഫസ്റ്റ് തന്നെ കാത്തോഡ് റേ എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തി അവിടെ പിന്നെ നമ്മൾ മാസ് ബൈ ചാർജ് ബൈ മാസ് റേഷ്യോ, E/m റേഷ്യോ, എം ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. 9.1 × 10 - 31 കിലോഗ്രാം, ഓർ 9.1 × 10 - 28 ഗ്രാം. 10 - -28, കാരണം ഒരു കിലോഗ്രാം എന്ന് വെച്ചാൽ 10⁻³ ഗ്രാമാണ്. അപ്പോൾ 10⁻³ 10 - -31 10 - -28 ഇത് ഇവിടെ ഓൾറെഡി അറിയുന്നതാണ്. ഓക്കെ, പിന്നെ അവിടെ അപ്പം മാസ് ഡിഫൈൻ ചെയ്തു, n ഡിഫൈൻ ചെയ്തു. എച്ച് ഓൾറെഡി അറിയാം. എച്ച് എന്താ? H is equal to 6.626 × 10⁻³ -34 ജൂൾ സെക്കൻഡ് ആണ് എന്നുള്ളതും ഓൾറെഡി അറിയാം. അതിവിടെ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല, ബോസ് മോഡലിൽ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ പൈൻ്റെ വാല്യൂ 3.14. പൈ is equal to 3.14 അതും അറിയാം. പിന്നെ അവിടെ അറിയാത്തത് എന്താ? that should be defined here. That is radius. MVR. Radius of an R is the radius of an orbit. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ദിസ് ഈസ് ദ ഓർബിറ്റ്. ഇവിടെ ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഏതാ ഡിസ്റ്റൻസ്? ഈ ഒരു ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് റേഡിയസ് R. ഓക്കെ, ഇത് R1 ആണ്, കാരണം അത് ഫസ്റ്റ് ഓർബിറ്റ് ആണ്. സപ്പോസ് ദിസ് ഈസ് ദ സെക്കൻഡ് ഓർബിറ്റ്. അപ്പോൾ അത് സെക്കൻഡ് ഓർബിറ്റ് ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഈ ഇലക്ട്രോണിലേക്ക്. ആൻഡ് ദാറ്റ് ഈസ് R2, R3. അങ്ങനെ പോകും. R2 അടുത്തത് R3 അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ R ഈസ് ദ റേഡിയസ് ഓഫ് എൻ ഓർബിറ്റ്. അത് നമുക്ക് ജനറലി എന്ത് കൊടുക്കാം? RN, MVRN. N represents the quantum number. ഏത് ഓർബിറ്റ് ആണോ ആ വാല്യൂ അവിടെ കൊടുക്കും. ആൻഡ് ദിസ് ഈസ് ഡിഫൈൻഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബോസ് മോഡൽ explained first person to explain quantitatively the structure of hydrogen atom. Rn is equal to A0 into n square. A0 into n square, where A0 is a constant that is equal to 52.9 picometer. നമ്മൾ ഇത് ഡിറൈവ് ചെയ്യുന്നുണ്ട് കേട്ടോ, അത് അടുത്ത ലെക്ചറിൽ. എനർജി നേരത്തെ En is equal to -RH × 1/n² പറഞ്ഞായിരുന്നു. ഇവിടെ A0 is equal to 52.9
പൈക്കോമീറ്റർ. അതും നമ്മൾ ഡിറൈവ് ചെയ്യും, ഇതും നമ്മൾ ഡിറൈവ് ചെയ്യും. പൈക്കോമീറ്റർ എന്ന് വെച്ചാൽ എന്താ? വാട്ട് ഈസ് പൈക്കോമീറ്റർ? ദാറ്റ് ഈസ് 10⁻⁻12 മീറ്റർ ആണ്. 52.9 ഇൻറ്റു 10⁻⁻12 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഞാനിതിനെങ്ങനെ, അപ്പോൾ ഇതൊരു ക്വാണ്ടിറ്റി, ഇതിനെ ഞാൻ 0.529 ഇവിടെ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. എന്തുകൊണ്ട്? 10⁻² കൊണ്ട്, 100 കൊണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു 10⁻⁻10 മീറ്റർ എന്ന് എഴുതാം അല്ലേ? ഇവിടെ എന്ത് ചെയ്തു? ഞാൻ 10⁻² കൊണ്ട് ഡിവൈഡ് ചെയ്തു, അവിടെ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നോ ചേഞ്ച്. 0.529 ഇൻറ്റു 10⁻⁻10 എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, 0.529 ആംസ്ട്രോങ്. ഓക്കെ, വൺ വാല്യൂ ഇൻ പൈക്കോമീറ്റർ, അതർ വാല്യൂ ഇൻ, അപ്പോൾ പൈക്കോമീറ്ററിലാണെങ്കിൽ 52.9 പൈക്കോമീറ്റർ, അത് ആംസ്ട്രങ്ങിലാണെങ്കിൽ 0.529 ആംസ്ട്രങ്. Rn is equal to A0 ഇൻറ്റു n സ്ക്വയർ. A0 ഇൻറ്റു n സ്ക്വയർ. അപ്പോൾ റേഡിയസും എന്ത് ചെയ്തു? ഡിഫൈൻ ചെയ്തു. ഇനി എന്താ ഡിഫൈൻ ചെയ്യേണ്ടത്? ദറ്റ് ഈസ് എ തേർഡ് വൺ, ദറ്റ് ഈസ് വി. ഓക്കെ, നമ്മളത് വി എൻ എന്ന് കൊടുക്കും. കാരണം എന്താ? വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഫസ്റ്റ് ഓർബിറ്റ്, വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ സെക്കൻഡ് ഓർബിറ്റ്. ദിസ് ഈസ് വെലോസിറ്റി of an electron, velocity of an electron in an orbit. Okay, velocity of an electron in an orbit. ഏത് ഓർബിറ്റ്? nth ഓർബിറ്റിൽ. അപ്പോൾ V1 ആണെങ്കിൽ ഫസ്റ്റ് ഓർബിറ്റ്, V2 ആണെങ്കിൽ സെക്കൻഡ് ഓർബിറ്റ്, V3 ആണെങ്കിൽ തേർഡ് ഓർബിറ്റ്. Vn is equal to a constant V0 into 1/n. V0 into 1/n സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അത് മീറ്റർ പെർ സെക്കൻഡിലും പറയാം. അവിടെ V0 ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഇവിടെ A0 ഒരു കോൺസ്റ്റൻ്റ് ആണ്, മറ്റേടത്ത് RH ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതേപോലെ V0 ഒരു കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് V0 ഈസ് ഈക്വൽ ടു 2.18 ഇൻറ്റു 10⁻8 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഒരു മീറ്റർ എന്ന് വെച്ചാൽ 10⁻² സെൻറ്റിമീറ്റർ ആണ്. 1 മീറ്റർ ഇസ് ഈക്വൽ ടു 10⁻² സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു എന്താ വരിക? 1/10⁻² മീറ്റർ വരും. 1/10⁻² മീറ്റർ. അപ്പോൾ എന്താ വരിക? 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 10⁻⁻² മീറ്റർ ആണ്. 1 മീറ്റർ ഇസ് ഈക്വൽ ടു 10⁻² സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 1/100. ഓക്കെ, അപ്പോൾ എന്താ? V0 ഇസ് ഈക്വൽ ടു 2.18 ഇൻറ്റു 10⁻8 സെൻറ്റിമീറ്ററിന് ഞാൻ മീറ്റർ ആക്കുകയാണെങ്കിൽ ഇൻറ്റു 10⁻⁻² വരും. അപ്പോൾ എന്താ വരിക? 10⁻6 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സെൻറ്റിമീറ്ററിലാണെങ്കിൽ 10⁻8, മീറ്ററിലാണെങ്കിൽ 10⁻6. ഓക്കെ, അപ്പോൾ Vn ഇസ് ഈക്വൽ ടു V0 ഇൻറ്റു 1/n. മീറ്റർ പെർ സെക്കൻഡ് ആവാം, മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ 10⁻6 വരും, സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ 10⁻8 വരും. ഓക്കെ, ഇവിടെ നിങ്ങളുടെ NCERT-ൽ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടില്ല. വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ ക്യാൻ ഓൾസോ ബി കാൽക്കുലേറ്റഡ് ബട്ട് ഇറ്റ്സ് നോട്ട് ഗിവൺ ഹിയർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ബട്ട് ദിസ് ഈസ് ദ ഇക്വേഷൻ. എൻട്രൻസിന് നമുക്ക് വേണ്ടി വരും Vn. Rn കൊടുത്തിട്ടുണ്ട്, En കൊടുത്തിട്ടുണ്ട്, പക്ഷേ Vn-ന്റെ ഇക്വേഷൻ കൊടുത്തിട്ടില്ല. ആൻഡ് ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ വെലോസിറ്റി. അപ്പോൾ നമ്മൾ ബോസ് മോഡൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റിലുള്ള എല്ലാ ആളുകളെയും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്വാണ്ടിറ്റേറ്റീവ്ലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ഇക്വേഷൻസ് ഓക്കെ ആണല്ലോ. അപ്പോൾ ബോസ് മോഡൽ എന്താണെന്ന് മനസ്സിലാക്കുക. വാട്ട് ആർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ബോസ് മോഡൽ ആൻഡ് വാട്ട് ആർ ദ ടേംസ്, വാട്ട് ആർ ദ ഇക്വേഷൻസ് യൂസ്ഡ് ഇൻ ബോസ് മോഡൽ. ബോസ് മോഡൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഇലക്ട്രോൺ എവിടെയാണ് നിൽക്കുന്നത് പറഞ്ഞു, ഓർബിറ്റിലാണെന്ന് പറഞ്ഞു. ഇലക്ട്രോണിൻ്റെ എനർജിനെ പറ്റി പറഞ്ഞു, എനർജി എപ്പോഴാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ എനർജി ചേഞ്ച് ചെയ്യുമ്പം എമിറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി ബോസ് ഫ്രീക്വൻസി റൂൾ വെച്ചിട്ട് പറഞ്ഞു, ന്യൂ ഈസ് ഈക്വൽ ടു ΔE/h. പിന്നെ അവിടെ ആംഗുലാർ മൊമെൻറ്റം MVR ഇസ് ഈക്വൽ ടു NH/2π. ഓക്കെ, അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം ഈസ് ക്വാണ്ടൈസ്ഡ് എന്നും പറഞ്ഞു. അതിനുശേഷം അതിനകത്തുള്ള വെലോസിറ്റി, റേഡിയസ്, പിന്നെ n എല്ലാം എന്ത് ചെയ്തു? ഡിഫൈൻ ചെയ്തു. ഇവിടെ ബോസ് മോഡൽ അവിടെ കഴിഞ്ഞു. ശരിക്കും നല്ല കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. മെറിറ്റ്സ് ഓഫ് ബോസ് മോഡൽ. വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ബോസ് മോഡൽ? ഇപ്പോൾ നമ്മൾ ബോസ് മോഡൽ ഡിമെറിറ്റ്സ് ഉണ്ട് കേട്ടോ. ഡിമെറിറ്റ്സ് ഓഫ് ബോസ് മോഡലുണ്ട്. ബോസ് മോഡലിൻ്റെ മെറിറ്റ്സിലും ഫസ്റ്റ് it can also be used to define energies of electrons in a hydrogen like species. ഹൈഡ്രജനിൽ മാത്രമാണ് മറ്റേത് കൊടുത്തത്.
ഹൈഡ്രജനിൽ മാത്രമല്ല ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിലും എന്ത് ചെയ്യാം, എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ ബോസ് മോഡൽ ക്യാൻ ഓൾസോ ബി അപ്ലൈഡ് ടു ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്. വാട്ട് ആർ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്? ഹൈഡ്രജൻ്റെ പ്രത്യേകത എന്താ? ഹൈഡ്രജനകത്ത് കെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്. ഹൈഡ്രജനകത്ത് 1 ഇലക്ട്രോൺ ആണുള്ളത്. ഇതേപോലെ 1 ഇലക്ട്രോൺ ഉള്ള വേറെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ ദേ ആർ കോൾഡ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്. 1 ഇലക്ട്രോൺ ഉള്ള വേറെ ആറ്റങ്ങളില്ല. ഓക്കെ, ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ആറ്റങ്ങളില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ എന്താ പറയുക, ഐസോടോപ്സ് എന്നാണ് വിളിക്കുക. ഐസോടോപ്സ്, ഒരേ അറ്റോമിക് നമ്പർ ഉണ്ടെങ്കിൽ അവരെ ഐസോടോപ്സ് എന്നാണ് വിളിക്കുക. ഹൈഡ്രജൻ്റെ തന്നെ ഡ്യൂട്ടീരിയം ട്രിഷ്യം ഒക്കെ ഉണ്ട്. ഓക്കെ, അതല്ലാണ്ട് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എന്ന് വെച്ചാൽ 1 ഇലക്ട്രോൺ സ്പീഷീസ് ആണ്. 1 ഇലക്ട്രോൺ സ്പീഷീസ്, 1 ഇലക്ട്രോൺ ഉള്ള ആളുകൾ 1 ഇലക്ട്രോൺ സ്പീഷീസ് ആണ്. അതിന് എക്സാമ്പിളാണ് ഒന്ന് ലിഥിയം 2+. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്. അപ്പോൾ 3 ഇലക്ട്രോൺസ് ഉണ്ടാവും അതിൽ. ആ 3 ഇലക്ട്രോൺസിൽ 2 നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് 1 ഇലക്ട്രോൺ ആണ്. ഓക്കെ, ലിഥിയം 2+. പിന്നെ ബെറിലിയം 3+. ബെറിലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 4 ആണ്. അപ്പോൾ 4 ഇലക്ട്രോൺസ് ഉണ്ടാവും. അതിൽ 3 നഷ്ടപ്പെട്ടാൽ 1 ഇലക്ട്രോൺ. ഓക്കെ, വേണമെങ്കിൽ ഇതും പറയാം ഹീലിയം, പക്ഷെ പ്ലസ് ആവാൻ ബുദ്ധിമുട്ടാണ്. ഹീലിയം ഈസ് എ നോബൽ ഗ്യാസ്. ഹീലിയം പ്ലസ് ഉണ്ട് എങ്കിൽ, ഓക്കെ, ഉണ്ട് എങ്കിൽ അതിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്. അതിൽ നിന്ന് 1 നഷ്ടപ്പെട്ടാൽ അത് 1 ഇലക്ട്രോൺ ആണ്. ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ബോറോൺ 4+, അതും 1 ഇലക്ട്രോൺ ആണ്. ഓക്കെ, ബോറോൺ 4+ ഈസ് ഓൾസോ 1 ഇലക്ട്രോൺ. ദീസ് ആർ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്. അപ്പോൾ ഇവരുടെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ബോസ് മോഡലിലുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്യാം. ബോസ് മോഡലുള്ള ഇക്വേഷൻസ് എന്തായിരുന്നു? ബോസ് മോഡലുള്ള ഇക്വേഷൻസ് എനർജിൻ്റെ ഇക്വേഷൻ. ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ടു ഡിഫൈൻ എനർജീസ് എന്നാണ് പറഞ്ഞത്. എന്തായിരുന്നു ഇക്വേഷൻ? En = -RH × 1/n² ആണ്. 1/n² ജൂൾ ആണ് അതിൻ്റെ ഇക്വേഷൻ. എന്നാൽ ഇവിടെ ഈ 1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ ആണത്. ഓക്കെ, എന്നാൽ ലിഥിയത്തിനും ലിഥിയം എടുത്താൽ അതിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്. ഓക്കെ, അത് Li2+ ആകുമ്പോഴും അതിനകത്തുള്ള പ്രോട്ടോണിൻ്റെ എണ്ണം മാറുന്നില്ല, ഇലക്ട്രോണെ മാറിയിട്ടുള്ള അറ്റോമിക് നമ്പർ 3 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതും ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആണ്. ഇനി ബെറിലിയം 3+ എടുത്താൽ അവിടെ 1 ഇലക്ട്രോൺ ആണ്, പക്ഷേ 4 പ്രോട്ടോൺസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെതായ ഡിഫറൻസ് അതിനുണ്ടാവും. അപ്പോൾ ഈ 1 ഇവിടെ ആക്ച്വലി വന്നത്, എല്ലാത്തിനും ഒരു ഇക്വേഷൻ ആണ്. ആ 1 അവിടെ വന്നത് ആക്ച്വലി ഇറ്റ് ഈസ് Z². Z²/n² -RH × Z²/n². ഓക്കെ, വേർ Z is the atomic number. ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. ശരിക്കും നേരത്തെ പഠിച്ച ഇക്വേഷൻ ഇത് തന്നെയാണ്. പക്ഷേ ഹൈഡ്രജൻ ആയപ്പോൾ എന്തായി? Z² is 1². അറ്റോമിക് നമ്പർ is 1² അപ്പോൾ അതെന്താണ്? 1² is 1/n². ഇനി അത് ലിഥിയം ആണെങ്കിൽ ദാറ്റ് ഈസ് 3²/n² വരിക. അത് ബെറിലിയം ആണെങ്കിൽ 4²/n². അതായത് Li2+ ആണെങ്കിൽ 3²/n². ഓക്കെ, Li2+ൻ്റെ Z എന്താണ്? 3 ആണ്. Be3+ൻ്റെ Z എന്താണ്? 4 ആണ്. B4+ൻ്റെ Z എന്താണ്? 5 ആണ്. He+ൻ്റെ Z എന്താണ്? 2 ആണ്. ഓക്കെ, അറ്റോമിക് നമ്പർ ഇവിടെ കൊടുക്കാം. ദിസ് ഈസ് 4, ദിസ് ഈസ് 3. അപ്പോൾ ദിസ് ഈസ് ദ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ആണ് ശരിക്കും നേരത്തെ എഴുതിയത്, പക്ഷേ Z അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇഫ് ഇറ്റ് ഈസ് ഹൈഡ്രജൻ ദാറ്റ് വിൽ ബിക്കം 1. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചാൽ ഹൈഡ്രജനും അപ്ലൈ ചെയ്യാം, കാരണം എന്താ? Z 1 ആണ്. സോ ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ടു ഡിഫൈൻ ദ എനർജീസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്. ആൻഡ് ദ ഇക്വേഷൻ ഈസ് En = -RH × Z²/n². ഓക്കെ, അതേപോലെ it can also be used to define the radius of orbits in a hydrogen like species. നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള, നേരത്തെ നമ്മൾ എഴുതിയിട്ടുള്ള റേഡിയസിൻ്റെ ഇക്വേഷൻ അതും ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിന് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്ന് വെച്ചാൽ ബോസ് മോഡൽ ക്യാൻ ഓൾസോ ബി അപ്ലൈഡ് ടു ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എന്ന് ഒറ്റ വാക്കിൽ പറയാം. നേരത്തെ എന്തായിരുന്നു? Rn = A0 × എന്തായിരുന്നു? n² ആയിരുന്നു. n². ദാറ്റ് ഈസ് A0 × n²/z ആണ്. n²/z. ഈ Z ഹൈഡ്രജൻ 1 ആയതുകൊണ്ടാണ് n²/1 is 1.
അത് ലിഥിയം Li2+ ആണെങ്കിൽ അത് 3 വരും, അത് ബെറിലിയം 3+ ആണെങ്കിൽ അത് എന്ത് വരും, 4 വരും, അങ്ങനെ വരും. സോ A0ൻ്റെ വാല്യൂ അറിയാലോ, 52.9 പൈക്കോമീറ്റർ ആണ്. Rn is equal to A0 into n²/z. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ ഹൈഡ്രജൻ ആറ്റം എടുക്കുകയാണെങ്കിൽ ഫോർ ഹൈഡ്രജൻ ആറ്റം A0 into എന്താ വരിക, A0 into n²/1 വരും. ദാറ്റ്സ് ഇക്വൽ ടു A0 into n². ഇങ്ങനെയാണ് ഇക്വേഷൻ വന്നത്. ദാറ്റ്സ് ഇസ് ഇക്വൽ ടു 52.9 into n² പൈക്കോമീറ്റർ. 52.9, ഇത് 0.529 ആണെങ്കിൽ അവിടെ ആംസ്ട്രോങ് വരും. ഓക്കെ, അപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഫസ്റ്റ് ഓർബിറ്റ് എടുത്ത് നോക്കുക. ഫോർ ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം, for first orbit of hydrogen atom 52.9 into first orbit ആയതുകൊണ്ട് 1² Z1. ഈ ക്വസ്റ്റനാണ് ഞാൻ കൊടുത്തത്. ഓക്കെ, ദാറ്റ്സ് ഇക്വൽ ടു എത്ര വരിക, 52.9 പൈക്കോമീറ്റർ ഓർ 0.529 ആംസ്ട്രോങ്. 0.529 ആംസ്ട്രോങ്. This is the radius of first orbit of hydrogen atom and it is called Bohr radius. Bohr radius. Bohr radius is the radius of first orbit of hydrogen atom. ഓക്കെ, ഇനി ഇത് നിങ്ങളൊരു ലിഥിയം ആറ്റത്തിൽ ഇതിനെ ബോർ റേഡിയസ് എന്ന് വെച്ചാൽ എന്താ, n 1 ആവുമ്പോൾ ഉള്ളത്, z 1 ആവുമ്പോൾ ഉള്ളതാണ് എന്ത്, ബോർ റേഡിയസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഇത് ഇഫ് ദിസ് ഈസ് അപ്ലൈഡ് ഫോർ, ഇക്വേഷൻ ഓർമ്മ വേണം, ഫോർ ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്, ഫോർ എക്സാമ്പിൾ Li2+, R1 is equal to 52.9 into n² എത്രയാണ്, 1 ആണ്, 1/3 അത്രയും പൈക്കോമീറ്റർ ആണ് വരിക. മനസ്സിലാവുന്നുണ്ടോ? ഇനി സെക്കൻഡ് ഓർബിറ്റ് ആണെങ്കിലോ, ഫോർ ഫസ്റ്റ് ഓർബിറ്റിന് ഫോർ Li2+ എന്ന് എഴുതിയാൽ മതി. ഫോർ സെക്കൻഡ് ഓർബിറ്റ് ആണെങ്കിൽ R2 is equal to 52.9 into n² എത്രയാണ്, 2², കാരണം സെക്കൻഡ് ഓർബിറ്റ് ആണ്, /3 അത്രയും പൈക്കോമീറ്റർ. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത R3 എന്താ വരിക, 3²/3 അങ്ങനെ പോകും. And this is how we calculate the radius of hydrogen and hydrogen-like species. This equation can be used to calculate the energy of hydrogen and hydrogen-like species. General equation ആണ്. This is for radius of hydrogen and hydrogen-like species. അതേപോലെ നമുക്ക് ഒന്നുകൂടി ഡിഫൈൻ ചെയ്യാനുണ്ട്. It is also used to define the velocity of an electron in a hydrogen-like species. Vn is equal to V0 into 1/n ആയിരുന്നു, 1/n. Okay, that is equal to V0 into Z/n. V0 into Z/n ആണ് hydrogen-like species. Z1 ആണ് hydrogen, so that is V0 into 1/n. Okay, ലിഥിയം Li2+ ആണെങ്കിൽ 3/n, ബെറിലിയം 4+ ആണ്, Li2+ ആണെങ്കിൽ 3/n, ഇത് ബെറിലിയം 3+ ആണെങ്കിൽ 4/n, ബോറോൺ 4+ ആണെങ്കിൽ അത് 5/n, അങ്ങനെ പോകും. ഹീലിയം പ്ലസ് ആണെങ്കിൽ 2/n. സെഡിൻ്റെ വാല്യൂ കൊടുക്കുക, Z is atomic number, അത്ര മനസ്സിലാക്കിയാൽ മതി. സോ ഇൻ ഷോർട്ട്, the Bohr's model can also be applied to hydrogen-like species. അവിടെ എനർജി, റേഡിയസ്, വെലോസിറ്റി എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ആറ്റം എടുക്കുക, ബോസ് മോഡൽ അവിടെ കഴിഞ്ഞു കേട്ടോ. ഒരു ആറ്റം എടുക്കുക, ആ ആറ്റത്തിൻ്റെ ഇത് ഫസ്റ്റ് ഓർബിറ്റ്, ഓക്കെ, സെക്കൻഡ് ഓർബിറ്റ്, തേർഡ് ഓർബിറ്റ്, ഇങ്ങനെ എക്സെട്ര ഫൈനലി ഒരു ഓർബിറ്റ് ഉണ്ട്. ഓക്കെ, അത് എന്തായിരിക്കും, ഇൻഫിനിറ്റി. ദിസ് ഇസ് n is equal to 1, ഇത് n is equal to 2, ഇത് n is equal to 3, ദിസ് ഇസ് n is equal to ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിലാണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, സപ്പോസ് ദർ ഇസ് എൻ ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകാം, അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകാം. അങ്ങനെ അവർ നമ്മൾ ഫാർ അപ്പാർട്ട് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻഫിനിറ്റിയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഇലക്ട്രോൺ ഈസ് റിമൂവ്ഡ് ഫ്രം ദ ആറ്റം. ഓക്കെ, when the electron is excited to n is equal to infinity, when the electron is excited to, ഓരോ പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്യണം. when the electron is excited to, moved to n is equal to infinity, it is considered to be removed from the atom. ഓക്കെ, അങ്ങനെ ആ ആറ്റത്തിൽ നിന്നും ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം ഒരു ഗ്യാസ്, അവിടെ നിന്നും ഇലക്ട്രോൺ n is equal to ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോയാൽ അതെന്താണ്, x പ്ലസ് ആവും.
എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി റിമൂവ്ഡ്. ഓക്കെ, അങ്ങനെ റിമൂവ് ചെയ്തിട്ടുള്ള ആറ്റം ഇവിടെ ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്? കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യാണ്. അപ്പോൾ ഒരു റിമൂവ്ഡ് ആറ്റം, ഒരു റിമൂവ്ഡ് ഇലക്ട്രോൺ ഓക്കെ എവിടെയായിരിക്കും ഉണ്ടാവുക? n is equal to ഇൻഫിനിറ്റിയിൽ ഉണ്ടാവുക. എ റിമൂവ്ഡ് ഇലക്ട്രോൺ ഈസ് അറ്റ് n is equal to ഇൻഫിനിറ്റി. ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, n is equal to ഇൻഫിനിറ്റി. അങ്ങനെ ഒരു കൺസിഡറേഷൻ ആണ്. n is equal to ഇൻഫിനിറ്റിയിലേക്ക് പോകാന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് മൂവ്ഡ് ആസ് ഫാർ ആസ് അപ്പാർട്ട് ഫ്രം ദ ന്യൂക്ലിയസ്, ദാറ്റ് ഈസ് n is equal to ഇൻഫിനിറ്റി. ഓക്കെ, അങ്ങനെ ഒരു റിമൂവ്ഡ് ഇലക്ട്രോണിന് എന്തായിരിക്കും? ദ എനർജി n is equal to ഇൻഫിനിറ്റിയിൽ എനർജി ഈസ് അസൈൻഡ് 0 ആർബിട്രറിലി നമ്മൾ കൊടുക്കുകയാണ്. ഒരു അതായത് ഒരു റിമൂവ് ചെയ്ത ഇലക്ട്രോൺ ഒരു ആറ്റത്തിൽ നിന്നും, ആറ്റത്തിലാകുമ്പോൾ ഇവരിങ്ങനെ മൂവ് ചെയ്യാണ്, എനർജി മൂവ് ചെയ്യാണ്. അങ്ങനെ റിമൂവ് ചെയ്ത ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അസൈൻഡ് ടു ബി 0 എന്ന് നമ്മൾ എന്ത് ചെയ്തു? കൊടുത്തു. ഓക്കെ, അവിടെ നമ്മൾ പറയും റിമൂവ് ചെയ്ത ഒരു ഇലക്ട്രോൺ ഈസ് അറ്റ് റെസ്റ്റ്. അപ്പോൾ ഇലക്ട്രോൺ അറ്റ് റെസ്റ്റ് എന്ന് വെച്ചാൽ ദ ഇലക്ട്രോൺ ഈസ് ദാറ്റ് ഈസ് എൻ റിമൂവ്ഡ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ ഈസ് അറ്റ് റെസ്റ്റ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് റിമൂവ്ഡ് ഇലക്ട്രോൺ ആണ്. റിമൂവ്ഡ് ഇലക്ട്രോൺ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം? n is equal to ഇൻഫിനിറ്റിയിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ എനർജി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ഓരോ ഓർബിറ്റിലാണ് അവർക്ക് എന്തുള്ളത്? എനർജി ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ അറ്റ് റെസ്റ്റ് എന്ന് വെച്ചാൽ എനർജി 0 ആണ്, n is equal to ഇൻഫിനിറ്റി ആണ്. മനസ്സിലാക്കണം, റിമൂവ്ഡ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാലും ഇലക്ട്രോൺ അറ്റ് റെസ്റ്റ് ആണ്. ഓക്കെ, ഇലക്ട്രോൺ എപ്പോഴാണ് റെസ്റ്റിലേക്ക് വരുന്നത്? when it is removed. അപ്പോൾ അവർ ഏത് സ്റ്റേറ്റിലുള്ളത്? നമ്മൾ ഇറ്റ് ഈസ് കോൺസെപ്റ്റ് n is equal to ഇൻഫിനിറ്റി. അപ്പോൾ അവരുടെ എനർജി എന്താണ്? അവരുടെ എനർജി 0 ആണ്. അങ്ങനെ എനർജി 0 ആയിട്ടുള്ള ആൾക്ക് ഒരു ആറ്റത്തിലുള്ള ഇലക്ട്രോണിനേക്കാളും കൂടുതൽ എനർജി ഉണ്ട്. ദാറ്റ് മീൻസ് ഇപ്പം നമ്മൾ ഈ ഇലക്ട്രോൺ എന്താണ്? പുറത്താണ്. നന്നായി ശ്രദ്ധിക്കട്ടോ, ഇലക്ട്രോൺ ഇപ്പോൾ പുറത്താണ്. ആ പുറത്തുള്ള ഇലക്ട്രോണിനെ നമ്മൾ ഈ ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പം ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. ആ ഇലക്ട്രോണിനെ അവിടേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് ന്യൂക്ലിയസിൻ്റെ ഒരു ഇൻഫ്ലുവൻസിലാണ് നിൽക്കുക. ആ ന്യൂക്ലിയസിൻ്റെ ഇൻഫ്ലുവൻസിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. അതൊക്കെ വലിയ കോൺസെപ്റ്റുകളാണ് ആ മൂവ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു ന്യൂക്ലിയസിൻ്റെ ഇൻഫ്ലുവൻസിൽ അത് നിൽക്കണമെങ്കിൽ അതിൻ്റെ കയ്യിലുണ്ടായിരുന്ന എനർജി അവർ റിലീസ് ചെയ്യണം. അവരുടെ കയ്യിലുണ്ടായിരുന്ന എനർജി റിലീസ് ചെയ്യണമെന്ന് വെച്ചാൽ ആൻ ഇലക്ട്രോൺ ഇൻ എൻ ആറ്റം, ശ്രദ്ധിക്കാം എന്താ പോയിന്റ്? ജസ്റ്റ് എ മിനിറ്റ്. An electron in an atom has lesser energy than an electron at rest. അപ്പോൾ അവിടെ തന്നെ 0 ആണ് നമ്മൾ കൊടുത്തത് കേട്ടോ, ശ്രദ്ധിക്കുക. അവിടെ 0 കൊടുത്തു. അപ്പോൾ അതിനേക്കാളും എനർജി കുറവാണ് ഒരു ആറ്റത്തിലുള്ളത്. പുറത്തുള്ള ഒരു ഇലക്ട്രോണും ആറ്റത്തിനകത്തുള്ള ഒരു ഇലക്ട്രോൺ കൊടുത്താൽ ഇയാൾക്കാണ് എനർജി കൂടുതൽ. അത് 0 ആണ്. അപ്പോൾ ഇവരുടേത് എത്ര ആയിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ എനർജീൻ്റെ ഇക്വേഷൻ En is equal to -RH ഇൻറ്റു, ഇനി നമ്മൾ ഈ ഇക്വേഷൻ Z²/n² ജൂൾ ആണ്. Z²/n² ജൂൾ അല്ലേ? അപ്പോൾ എന്തിനാ ഈ മൈനസ്? That minus means this one. That is, an electron in an atom has lesser energy than electron at rest. എന്ന് വെച്ചാൽ energy will be less than 0. That means energy will be negative. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത്രയും പോയിന്റ്സ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. When an electron is free from the influence of nucleus, the energy is taken as 0. ഒരു ന്യൂക്ലിയസിന്റെ ഇൻഫ്ലുവൻസിലല്ല ഇലക്ട്രോൺ ഉള്ളത് എന്ന് വെച്ചാൽ അവിടെ എന്താണ്? എനർജി 0 ആണ്. ന്യൂക്ലിയസിന്റെ ഇൻഫ്ലുവൻസിലല്ല എന്ന് വെച്ചാൽ എന്താ? അത് ആറ്റത്തിന് പുറത്താണ്. സോ ദ ഇലക്ട്രോൺ അറ്റ് റെസ്റ്റ് എന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. ദിസ് ഈസ് മെന്റ് ബൈ എന്താണ്? ഇലക്ട്രോൺ അറ്റ് റെസ്റ്റ്. ഓക്കെ, ഓർ നമുക്ക് എന്താ പറയാം? ദാറ്റ് ഈസ് അറ്റ് എന്താ? ദാറ്റ് ഈസ് അറ്റ് n is equal to ഇൻഫിനിറ്റി. ഓക്കെ, ഇൻഫിനിറ്റ് ലെവലിലാണുള്ളത്. അപ്പോൾ when an electron is free from the influence of nucleus, the energy is taken as 0. എല്ലാ പോയിന്റ് ഇവിടെ നോട്ട് ചെയ്തിട്ട് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. The electron in this situation, that means that is not in the influence of nucleus, that is outside the atom, with the stationary state of principal quantum number n is equal to infinity. അപ്പോൾ n is equal to, അത് ഞാൻ അവിടെ പറഞ്ഞതാണ്, that is n is equal to infinity and is called an ionized hydrogen atom. എന്തുകൊണ്ടാ? ഒരു ഇലക്ട്രോണിനെ
ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോയാൽ ദാറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി റിമൂവ്ഡ്. അപ്പോൾ എന്താവും? അത് അയോൺ ആയിട്ട് മാറും. ആൻഡ് ദ ആറ്റം ഈസ് കോൾഡ് അയോണൈസ്ഡ് ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, അത് നമുക്ക് ഇവിടെ എഴുതാം. അയോണൈസ്ഡ് ഹൈഡ്രജൻ ആറ്റം എന്ന് വെച്ചാൽ എന്താ? H gives H++ 1 ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺ എവിടെയുള്ളത്? ഇപ്പോൾ n is equal to, it is under consideration, under concept എന്താണ്? That is at n is equal to infinity. When the electron is attracted by the nucleus, this is not in the influence of nucleus ആ പറഞ്ഞത്. When the electron is attracted by the nucleus and is present in an orbit n, ഒരു ഓർബിറ്റ് എന്നിലാണ് അവരുള്ളത്, ആറ്റത്തിനകത്താണുള്ളത്. The energy is emitted. Energy is emitted and the energy is lowered. That's why it is negative. Okay, 0-ൽ നിന്നും അത് കുറയാണ്. മറ്റേതിന് എന്താ കൊടുത്തത്? 0 ആണ് കൊടുത്തത്. It is assigned to be 0. Okay, when the electron is attracted by the nucleus, when the electron is present in the atom, is present in the orbit എന്ന് വെച്ചാൽ it is in the orbit of an atom, the energy is emitted and the energy is lowered. That is the reason for the presence of negative sign in the equation. ആ ഇക്വേഷനിൽ, അതായത് എന്തായിരുന്നു ഇക്വേഷൻ? En is equal to -RH into Z²/n² എന്നുള്ള ഇക്വേഷനിൽ മൈനസ് വരാനുള്ള കാരണം എന്താ? എനർജി അവിടെ ലോവർ ചെയ്യാണ്. അപ്പോൾ പുറത്തുള്ള ആൾക്കാണ് എനർജി കൂടുതൽ. ദിസ് നെഗറ്റീവ് സൈൻ മീൻസ്, കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. ദിസ് നെഗറ്റീവ് സൈൻ മീൻസ് ദാറ്റ് ദ എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഇൻ ദ ആറ്റം ഈസ് ലോവർ ദാൻ, നേരത്തെ നമ്മൾ എഴുതിയില്ലേ, എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഇൻ ദ ആറ്റം ഈസ് ലോവർ ദാൻ ദ എനർജി ഓഫ് ദ ഫ്രീ ഇലക്ട്രോൺ അറ്റ് റെസ്റ്റിലുള്ള, എന്ന് വെച്ചാൽ n is equal to ഇൻഫിനിറ്റിയിലുള്ള ആറ്റത്തിനേക്കാളും എനർജി കുറവായിരിക്കും. എ ഫ്രീ ഇലക്ട്രോൺ അറ്റ് റെസ്റ്റ് ഈസ് എൻ ഇലക്ട്രോൺ ദാറ്റ് ഈസ് ഇൻഫിനിറ്റ്ലി ഫാർ അവേ ഫ്രം ദ ന്യൂക്ലിയസ്. ദാറ്റ് ഈസ് ഇൻഫിനിറ്റ്ലി ഫാർ അവേ ഫ്രം ദ ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ n is equal to ഇൻഫിനിറ്റി. ഓക്കെ, ഇതെല്ലാം നിങ്ങളുടെ NCERT സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ആൻഡ് ഈസ് അസൈൻഡ് ദ എനർജി വാല്യൂ 0. അപ്പോൾ n is equal to ഇൻഫിനിറ്റിയിലുള്ള ആൾക്ക് എന്തായിരിക്കും? എനർജി 0 ആയിരിക്കും. ഇത്രേ ഉള്ളൂ. പുറത്തുള്ള ആൾക്കാണ് എനർജി കൂടുതൽ, അതിന് 0 ആണ് കൊടുത്തത്. അത് n is equal to ഇൻഫിനിറ്റിയിലാണ് ബൈ കോൺസെപ്റ്റ്. ഓക്കെ, വെൻ an atom, ആ ഇലക്ട്രോൺ ഒരു ആറ്റത്തിനകത്ത്, ഓർബിറ്റിനകത്താണ് പ്രസന്റ് ആയിട്ടുള്ളത് എങ്കിൽ അവർക്ക് എന്താണ്? എനർജി കുറച്ചിട്ട് വേണം വരാൻ. കാരണം ന്യൂക്ലിയസിന്റെ ഇൻഫ്ലുവൻസിലേക്ക് വരുമ്പോൾ എനർജി കുറച്ചിട്ട് വേണം ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരാൻ. മനസ്സിലായി? ഒരു ആറ്റം എന്ന് വെച്ചാൽ സ്റ്റേബിൾ ആണ്, ആ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരാൻ. അങ്ങനെ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ പിന്നെ എന്താണ്? എനർജി റിലീസ് ചെയ്യാൻ, ദാറ്റ് ഈസ് എനർജി ഈസ് എമിറ്റഡ്. അപ്പോൾ എന്താണ്? അത് നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇലക്ട്രോൺ n is equal to ഇൻഫിനിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ, ആറ്റത്തിൽ നിന്ന് പുറത്തേക്ക് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെയുള്ള ആറ്റം എന്താണ്? അയോണൈസ്ഡ് ഹൈഡ്രജൻ ആറ്റമാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെഷൻ. That is the Bose model for hydrogen atom is complete. In the next session we will explain the limitations of Bose model and also the explanation of line spectrum of hydrogen, that is atomic spectra of hydrogen, by using Bose model.